പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഒക്കെ ഈ പുതിയ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജൂലൈ മാസം 28 പഠിക്കുന്ന തിരുവചനം വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം തിരുവചനം. The first letter of Saint Peter, chapter 2, verse 2. അതിങ്ങനെയാണ് പറയുന്നത്: രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. Like newborn infants, long for the pure spiritual milk, so that by it you may grow into salvation. So that by it you may grow into salvation. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഒരു വലിയ വിളിയാണ് രക്ഷയിലേക്ക് വരിക. നമ്മെ രക്ഷയിലേക്ക് വീണ്ടെടുത്തത് അവിടുത്തെ, അതായത് ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുരക്തത്താലാണ് നാം വീണ്ടെടുക്കപ്പെട്ടത്. ആ പരിശുദ്ധവും അമൂല്യവുമായ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം, നമ്മുടെ ലക്ഷ്യം എന്താ? സ്വർഗമാണ്, അല്ലേ? സ്വർഗത്തിൽ എത്തിച്ചേരുക, രക്ഷയിലേക്ക് നയിക്കപ്പെടുക, പാപത്തിൽ നിന്നുള്ള മോചനം. നാം അറിഞ്ഞും അറിയാതെയും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അനുദിന ജീവിതത്തിൽ അനുനിമിഷം ചെയ്തു പോകുന്ന ഓരോരോ ചെറുതും വലുതുമായ പാപങ്ങളിൽ നിന്നുള്ള നിത്യമായൊരു മോചനം നമുക്ക് ആവശ്യമാണ്. നാം ഒന്ന് കഴുകപ്പെടേണ്ടതുണ്ട്. ഇളം പൈതങ്ങളെ പോലെ ഒരു ഇന്നസെൻ്റായ ജീവിതശൈലി. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഒരുപാട് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു പ്യൂരിറ്റി. We need to be pure, we need to be sanctified, we have to be purified. അപ്പം നമ്മെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട്. കാരണം അത് രക്ഷയിലേക്കാണ് നമ്മെ നയിക്കുക. നമുക്ക് ആവശ്യം എന്താ? ഈ ലോക ജീവിതം മാത്രമല്ല, ഈ ലോക ജീവിതം കുറേ കഴിയുമ്പോൾ നിന്നു പോവും, തീർന്നു പോവും, കടന്നു പോകും. നമ്മളൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് മരിച്ച് മണ്ണോട് ചേരും. പക്ഷെ നമ്മുടെ ആത്മരക്ഷ നാം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ആത്മരക്ഷ നാം കാത്തുസൂക്ഷിക്കണം. അതുകൊണ്ട് ഈ വചനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെ പോലെ, ഇൻഫൻസിനെ പോലെ, ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. ലൈക്ക് ന്യൂബോൺ ഇൻഫൻസ്, ലോങ് ഫോർ ദ പ്യൂർ സ്പിരിച്വൽ മിൽക്ക്, സോ ദാറ്റ് ബൈ ഇറ്റ് യു മേ ഗ്രോ into salvation. Amen.